ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇതുതന്നെയാണ് ലോക രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതിനിടയിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ ചില യുദ്ധസമാനമായ നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും പോകുന്നു എന്നതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നു. ഇപ്പോൾ ഉത്തര കൊറിയ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു, റഷ്യയെ സഹായിക്കാനായി ഞങ്ങൾ 14,000 സൈനികരെയാണ് അങ്ങോട്ടേക്ക് അയച്ചത്. മാത്രമല്ല ദശലക്ഷക്കണക്കിന് ആയുധങ്ങളും അവർക്ക് നൽകിയിരുന്നു. അതായത് റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ നൽകിയിരുന്നു. ഇന്ന് വരെ ഉത്തര കൊറിയ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനെതിരെ പോരാടാനായിട്ട് ഉത്തര കൊറിയയിൽ നിന്ന് സൈനികർ വന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉക്രൈൻ ഉദ്ദേശിച്ചതാണ്. നാറ്റോയിലെ രാജ്യങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ റഷ്യ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല സംഭവങ്ങൾ, ഞങ്ങൾക്ക് ഉത്തര കൊറിയയിൽ നിന്ന് ചില ആയുധങ്ങളൊക്കെ അവർ വിട്ടു തന്നിരുന്നു. അത് ഉപയോഗിക്കാൻ വേണ്ട പരിശീലനം നൽകാനായി ഉത്തര കൊറിയയിൽ നിന്ന് കുറച്ച് സൈനികർ വന്നിരുന്നു. അവർ ഞങ്ങളുടെ റഷ്യൻ ഭടന്മാർക്ക് സൈനിക പരിശീലനം നൽകുകയാണെന്നൊക്കെ പറഞ്ഞു. യുദ്ധമുഖത്തേക്ക് ദശലക്ഷക്കണക്കിന് മിസൈലുകൾ, റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ നൽകിയെന്ന് ഉത്തര കൊറിയ ഔദ്യോഗികമായി സമ്മതിക്കുകയാണ്. മാത്രവുമല്ല പല മേഖലകളും പിടിച്ചെടുക്കുന്നതിൽ റഷ്യയ്ക്ക് നിർണായകമായ സഹായം നൽകിയത് ഉത്തര കൊറിയൻ സൈനികരാണ്. അപ്പോൾ കീവ് ഉൾപ്പെടെയുള്ള മേഖലകൾ റഷ്യ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഏറ്റുമുട്ടലുകൾ, തർക്കങ്ങളൊക്കെ നടന്നിരുന്നു. ഈ സമയത്ത് ഉക്രൈൻ ചില സൈനികരെയൊക്കെ പിടികൂടി. അങ്ങനെ പിടികൂടിയതിൽ ഒരാൾ ഈ പറയുന്ന ഉത്തര കൊറിയൻ സൈനികനായിരുന്നു. ഇയാളെ വിട്ട് കിട്ടണമെങ്കിൽ, അല്ലെ വിട്ടു തരണമെങ്കിൽ ഉത്തര കൊറിയ ഇവിടുന്ന് പിന്മാറണമെന്നൊക്കെയുള്ള ആവശ്യം സെലൻസ്കി ഉൾപ്പെടെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്ളാഡിമിർ പുടിൻ ഇക്കാര്യമൊക്കെ നിഷേധിച്ചിരുന്നു. അവിടെ ഞങ്ങൾക്ക് പരിശീലനം നൽകാൻ വന്ന സൈനികനാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും പിന്നീട് വന്ന വാർത്ത ഈ ഉത്തര കൊറിയൻ സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഉത്തര കൊറിയയിൽ നിന്ന് നിർബന്ധിത സൈനിക സേവനത്തിനായിട്ടാണ് ഈ ആളുകളെല്ലാം തന്നെ റഷ്യയിലേക്ക് വന്നത്. ചുരുക്കം പറഞ്ഞാൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് സഹായം നൽകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഈ നിർബന്ധപൂർവ്വം യുദ്ധമേഖലയിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. ഒരു പക്ഷേ അവിടെ നിൽക്കാൻ അവർ ശ്രമിച്ചാൽ ഉത്തര കൊറിയൻ ഏകാധിപതി തന്നെ അവരെ തീർത്ത് കളയാം, അല്ലെ അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാം. ഇവിടെ ഇപ്പോൾ റഷ്യയ്ക്ക് സഹായവുമായി ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആ രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൈനിക പാക്കേജാണെന്ന് പറയാം. നേരത്തെ വന്ന സൈനികരിൽ പലരും കൊല്ലപ്പെടുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഒരു 3000 സൈനികരുടെ ഒരു പുതിയ വിങ്ങിനെ കൂടെ ഉത്തര കൊറിയ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത്. ഉക്രൈൻ സൈന്യം റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് ഉത്തര കൊറിയൻ സൈന്യം നിർണായകമായ സഹായം നൽകി, വെളിപ്പെടുത്തൽ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ധീരന്മാരും മാതൃരാജ്യത്തിന് വേണ്ടി പോരാടുന്നവരുമായ റഷ്യൻ സൈനികർക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകി. ഇത് പറയുന്നത് ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവായ ജിങ് കോങ് ഉൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ റഷ്യയ്ക്ക് ഇനി നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല ഉക്രൈൻ ഈ അവകാശവാദം നേരത്തെ തന്നെ ഉന്നയിച്ചു. കാരണം ഇത്തരത്തിൽ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യം അവിടെയുണ്ട്. റഷ്യയിൽ അയക്കുന്ന ആയുധങ്ങളിൽ ചിലത് ഈ ഉക്രൈനിൽ വന്ന് പൊട്ടിത്തകരുകയൊക്കെ ചെയ്യും, മിസൈലും മറ്റും. അതിൻ്റെ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അത് അമേരിക്കൻ നിർമ്മിതമാണെന്നും കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ഉത്തര കൊറിയയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നാറ്റോയുടെ സഹായം കൊണ്ടാണ് ഉക്രൈൻ ഇത്ര കാലം റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിനെതിരെ പിടിച്ചു നിന്നത്. അന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ജോ ബൈഡൻ ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എത്തിയതോടുകൂടി ഈ പുടിനും ട്രംപും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് അകറ്റി നിർത്തി. ഒപ്പം സെലൻസ്കിയെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തുകയും പുടിൻ പറയുന്നതാണ് ശരി, സെലൻസ്കിയുടെ സൈന്യം പിന്മാറണം, അല്ലെങ്കിൽ റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് തെറ്റാണെന്നും ഒക്കെ വാദിച്ചു. ഇപ്പോൾ അങ്ങനെ ഒരു വാദം ഉണ്ടായപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു. അതുകൊണ്ടാണ് കിം ജോങ് ഉൻ ഇപ്പോൾ പരസ്യമായൊരു നിലപാടുമായി രംഗത്തെത്തിയത്. കാരണം എല്ലായ്പ്പോഴും റഷ്യയ്ക്ക് ഞങ്ങളാണ് പിന്തുണ നൽകിയിരുന്നത്, ഇപ്പോഴും ഞങ്ങളുടെ പിന്തുണ നൽകുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം വലിയൊരു പാക്കേജാണ് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. മൊത്തം 14,000 സൈനികർ, അത്രയും വലിയൊരു സേന റഷ്യയിലേക്ക് എത്തി എന്നുള്ളത് പലപ്പോഴും പുറം ലോകം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും കുർസ്കിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യമുണ്ടെന്ന് ഇപ്പോഴും ഉത്തര കൊറിയ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളൊക്കെ ഉക്രൈനിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് വലിയ പ്രവർത്തനങ്ങളാണ്. എന്തായാലും യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്രയും വലിയ ഒരു സൈനിക സഹായം ഉത്തര കൊറിയയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒടുവിൽ ഉത്തര കൊറിയ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചു. അപ്പോൾ വലിയ തോതിൽ പടക്കോപ്പുകളും റഷ്യയിലേക്ക് എത്തി. നമുക്കറിയാം റഷ്യ എന്ന് പറയുന്ന ഒരു ആണവ രാജ്യമാണ്. റഷ്യയുടെ പൂർണ്ണമായ ആയുധ സന്നാഹങ്ങൾ എടുത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എപ്പോഴേ ഉക്രൈനെ പരാജയപ്പെടുത്താമായിരുന്നു, അല്ലെ ഉക്രൈനെ കീഴ്പ്പെടുത്താമായിരുന്നു. അപ്പോൾ ഈ യുദ്ധം അങ്ങനെ പെട്ടെന്ന് തീരണ്ട എന്ന് വ്ളാഡിമിർ പുടിനും ചില പ്ലാനുകൾ, പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഉക്രൈൻ
പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ പോരാടുന്നത്, അമേരിക്കയാണ് വൻതോതിൽ പണവും ആയുധങ്ങളും നൽകിയത് എന്നൊക്കെ ട്രംപിനെ ബോധ്യപ്പെടുത്താൻ കൂടി പുടിന് സാധിച്ചു. ഇത് പുടിൻ്റെ വലിയ നയതന്ത്ര വിജയമാണ്. ചുരുക്കം പറഞ്ഞാൽ പുടിനും ട്രംപും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടാകുന്നു, കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിച്ചു. പക്ഷേ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ കൃത്യമായ രീതിയിൽ കരിക്കളൊക്കെ നീക്കിയിരുന്നു. അതായത് പണ്ട് എങ്ങനെയായിരുന്നു അമേരിക്ക റഷ്യയുടെ അടുത്ത് നിലപാടെടുത്തത്, അതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടൊന്നും ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് എടുക്കണ്ട, ഞങ്ങൾക്ക് പരമ്പരാഗതമായ സൗഹൃദമുള്ള ഇന്ത്യയെ അവരുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്, അത്തരം നീക്കങ്ങളിലൊന്നും വീണു പോകരുതെന്ന് പറഞ്ഞാണ് നമുക്ക് യുദ്ധവിമാനങ്ങൾ അടക്കം തരാമെന്ന് റഷ്യ വീണ്ടും വാഗ്ദാനം ചെയ്തത്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടുതൽ അടുക്കുന്നത് ഈ പുടിനും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പഹൽഗാമിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ വലിയ ആക്രമണവും കൊലപാതക ശ്രമങ്ങളും ഒക്കെ നടത്തിയത്. 26 പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അന്ന് ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചത് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. അപ്പോൾ പുടിനും ട്രംപിൻ്റെയും ആവശ്യം ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ട് എന്നാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നു. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇറാനിലേക്ക് ആരോ ആക്രമണം നടത്തി വലിയ സ്ഫോടനമുണ്ടാകുന്നു. പാകിസ്ഥാനിലെ എയർപോർട്ടിൽ ചില സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നു. കറങ്ങിത്തിരിഞ്ഞ് വരികയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നു. ഒപ്പം പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ വെല്ലുവിളിയുമായി ഇന്ത്യക്ക് നേരെ വരുന്നു. അതും ആണവായുധങ്ങൾ നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കും. 130-ലധികം ആണവായുധങ്ങൾ ഇന്ത്യക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്, ഏത് നിമിഷവും ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്ന പോളിസി ഉള്ളതുകൊണ്ട് നമ്മൾ ആണവായുധം ഉപയോഗിച്ച് ആരെയും ആക്രമിക്കില്ല. ഇത് തന്നെയാണ് റഷ്യയുടെ നിലപാട്. റഷ്യ ആണവ ശക്തിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ്. അവർക്ക് ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാൽ പോലും ഉക്രൈനെ പൂർണ്ണമായിട്ടും തകർക്കാം. അത് വേണ്ട. കാരണം ഉക്രൈനിൽ താമസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ റഷ്യൻ വംശജരാണ്. അവരെ കൊല്ലാൻ പുടിന് താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാതെ പതുക്കെ നീണ്ടു പോകുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ആയുധ വ്യാപാരവും ഇക്കൂട്ടത്തിൽ നടക്കുമായിരുന്നു. എന്നാൽ ട്രംപ് വന്നപ്പോൾ ട്രംപ് ഉക്രൈനെ ഏതാണ്ട് തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടിച്ചേരുകയും ട്രംപിൻ്റെ നിലപാടിനെതിരായിട്ട് ഉക്രൈനെ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു. പറച്ചിലല്ലാതെ പിന്നീട് ഈ സഹായമൊന്നും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യക്ക് സഹായം ചെയ്ത രാജ്യമാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഉത്തര കൊറിയ പതിയെ രംഗത്തേക്ക് വന്നത്. അപ്പം ഞങ്ങൾ ആ സൈനികരെ മാത്രമല്ല വൻതോതിൽ ആയുധങ്ങളും അവർക്ക് നൽകിയിരുന്നു. ഉക്രൈനിൽ വീണ പല ആയുധങ്ങളിലും മെയ്ഡ് ഇൻ നോർത്ത് കൊറിയ എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഈ കൊറിയയുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് റഷ്യ ഉക്രൈന് നേരെ യുദ്ധം ചെയ്തു എന്നിപ്പോൾ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും കുർസ്ക് മേഖലയിലെ പ്രദേശങ്ങൾ ഉക്രൈനിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് മറ്റൊരു സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അത് ഉത്തര കൊറിയയുടേതാണെങ്കിലും ഔദ്യോഗികമായി റഷ്യയോ ആ രാജ്യമോ സമ്മതിച്ചില്ല. ഇപ്പോൾ കിം ജോങ് ഉൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വീണ്ടും 3000 സൈനികരെ അങ്ങോട്ടേക്ക് അയച്ചു. അതായത് റഷ്യ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ തന്നെ ഉത്തര കൊറിയയുടെ കൂടെ സഹായത്തോടെയായിരുന്നു. അപ്പോൾ റഷ്യയുടെ കയ്യിൽ ആയുധം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഉത്തര കൊറിയയുടെ ആധുനിക ടെക്നോളജി കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ കീവിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒരു തൃപ്തിയില്ലായ്മയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം അവിടെയും ഈ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യമുണ്ട്. അത് അമേരിക്കയും തിരിച്ചറിഞ്ഞിരുന്നതാണ്. ഏതാണ്ട് 5000-ഓളം സൈനികരാണ് ആഴ്ചതോറും കൊല്ലപ്പെടുന്നതെന്ന് ട്രംപ് പുടിനെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അന്തിമമായിട്ട് ട്രംപോ അല്ലെങ്കിൽ പുടിനോ നിലപാടെടുക്കുന്നില്ല. അതിനുള്ളിൽ ചില വരികൾക്കിടയിൽ വായിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അപ്പം യുദ്ധം അവസാനിപ്പിക്കാതെ എപ്പോഴും ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു. ഇവിടെ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കുക എന്ന നിലയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിലപാട് സ്വീകരിക്കുന്നത്. ഒപ്പം ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൽ റഷ്യൻ പ്രസിഡന്റ് ആശങ്ക പ്രകടിപ്പിക്കുന്നു. എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയോട് അമേരിക്ക ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ അമേരിക്ക ചോദിക്കാതെ തന്നെ നമുക്ക് ആയുധം നൽകും, തിരിച്ച് ഇന്ത്യയും നൽകണം. ഇവിടെയാണ് അമേരിക്കയെ വെട്ടാനായിട്ട് റഷ്യ കൂടുതൽ സാന്നിധ്യം, കൂടുതൽ പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഇറാനിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയും അറിവോടെയാണെന്ന് ഏതാണ്ട് സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലും അത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ
പാകിസ്ഥാന് പ്രയോജനപ്പെടുന്ന പോർട്ടും എയർപോർട്ടും ഒക്കെയായിരുന്നു ഇത്. അവിടെ സ്ഫോടനം നടത്തിയതിന് പിന്നിൽ അമേരിക്കയുടെ ചില ഇടപെടലുണ്ട്. അപ്പം അമേരിക്ക ഇന്ത്യയെ സഹായിക്കുന്നു എന്നൊരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണോ ഉത്തര കൊറിയൻ ഭരണകൂടം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഞങ്ങൾ റഷ്യയുടെ കൂടെ ഉണ്ടായിരുന്നു, 14,000 സോൾജിയേഴ്സിനെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചത്, അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് മിസൈലുകൾ, പോർമുനകൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ നല്ല ബന്ധമാണെന്ന് വരുത്തി തീർക്കാൻ അവരും ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ജിയോ പൊളിറ്റിക്സിൽ വീണ്ടും ലോകത്തിൽ പല ഭാഗത്തായി യുദ്ധങ്ങൾ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ട UN പോലെയുള്ള സംഘടനകൾ എന്ത് നിലപാടെടുക്കുമെന്ന് കാണണം. മാത്രമല്ല ലോകത്തെ വൻ ശക്തികളെന്നറിയപ്പെടുന്ന റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഇതിൽ പങ്കാളികളാകുന്നു. മാത്രമല്ല ഭീകരവാദത്തിനെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെതിരായ ഒരു വികാരം അവിടെയെല്ലാം ഉയർന്നു വന്നു. ഇതിനിടയിലാണ് ചൈന ചില പരോക്ഷ പിന്തുണയുമായിട്ട് പാകിസ്ഥാനൊപ്പം വന്നത്. പാകിസ്ഥാൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സജീവ പങ്കാളിത്തം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ആ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒക്കെ അറിയിച്ചുകൊണ്ട് ചൈന പതുക്കെ പാകിസ്ഥാൻ്റെ വശത്തേക്ക് കളം മാറ്റുന്നതായിട്ടുള്ള സൂചന വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉത്തര കൊറിയയ്ക്ക് പങ്കുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുമായിട്ട് ചില മേധാവികൾ അല്ലെങ്കിൽ സൈനിക വൃത്തങ്ങൾ തന്നെ രംഗത്തേക്ക് വരുന്നത്. മൊത്തത്തിൽ തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്ന 3-ാം ലോക മഹായുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.